ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് വളരെ ഗൗരവകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുക്രൈനിലും പശ്ചിമേഷ്യയിലും യുദ്ധം തുടരുമ്പോൾ ഇതാ കിഴക്കൻ ഏഷ്യയിലും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ചൈനയും ജപ്പാനും തമ്മിലുള്ള തർക്കം ഒരു വമ്പൻ സീ ക്ലാഷായി മാറിയിരിക്കുകയാണ്. രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു ചൈനീസ് കപ്പലിനെ ജപ്പാൻ കോസ്റ്റ് ഗാർഡ് പിന്തുടർന്ന് പിടികൂടിയെന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെറുതെ ഒരു കപ്പൽ പിടിച്ചെടുത്തതല്ല ഇത്. രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള വർഷങ്ങളായുള്ള പകയുടെ പുതിയ അധ്യായമാണ്. എന്താണ് കടലിൽ സംഭവിച്ചത്? ചൈനയുടെ പ്രതികരണം എന്താണ്? നോക്കാം. സംഭവം നടക്കുന്നത് കിഴക്കൻ ചൈന കടലിലെ ജപ്പാൻ അവകാശപ്പെടുന്ന എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലാണ്. ചൈനയുടെ ഒരു മീൻപിടുത്ത കപ്പൽ ജപ്പാന്റെ അനുവാദമില്ലാതെ ഈ മേഖലയിൽ അനധികൃതമായി കടന്നു. ജപ്പാൻ കോസ്റ്റ് ഗാർഡ് ഈ കപ്പലിനോട് നിൽക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ അത് കേൾക്കാൻ തയ്യാറായില്ല. പകരം അതിവേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇതോടെ ജപ്പാൻ കോസ്റ്റ് ഗാർഡ് രംഗത്തിറങ്ങി. സിനിമകളെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ഹൈ സ്പീഡ് ചേസ് ആണ് അവിടെ നടന്നത്. ഒടുവിൽ കപ്പൽ തടഞ്ഞു നിർത്തി അതിന്റെ ക്യാപ്റ്റനെ ജപ്പാൻ അറസ്റ്റ് ചെയ്തു. ജപ്പാന്റെ സമുദ്ര നിയമങ്ങൾ ലംഘിച്ചു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. സാധാരണഗതിയിൽ ഇതൊരു ചെറിയ നിയമലംഘനമായി കാണാമെങ്കിലും ചൈനയും ജപ്പാനും തമ്മിലുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയം തന്നെയാണ്. ഇനി എന്തുകൊണ്ടാണ് ജപ്പാൻ ഇത്രയധികം പ്രകോപിതരാകുന്നത് എന്നൊന്ന് പരിശോധിക്കാം. ചൈനയും ജപ്പാനും തമ്മിൽ സെൻകാക്കു ദ്വീപുകളുടെ പേരിൽ ദശാബ്ദങ്ങളായി തർക്കം നിലനിൽക്കുന്നുണ്ട്. ചൈന ഇതിനെ ദിയാവു എന്നാണ് വിളിക്കുന്നത്. ഈ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള കടൽ സമ്പന്നമായ മീൻപിടുത്ത മേഖലയാണ്. കൂടാതെ വലിയ തോതിലുള്ള പ്രകൃതിവാതക ശേഖരവും ഇവിടെയുണ്ടെന്ന് കരുതപ്പെടുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചൈനീസ് കപ്പലുകൾ ബോധപൂർവം ജപ്പാന്റെ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറുന്നത് പതിവായിരിക്കുകയാണ്. ജപ്പാനിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള ചൈനയുടെ ഒരു തന്ത്രമായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ കാണുന്നത്. ഇപ്പോൾ കപ്പൽ പിടിച്ചെടുത്തതോടെ ചൈന വല്ലാതെ പ്രകോപിതരായിരിക്കുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെ ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു കഴിഞ്ഞു. തങ്ങളുടെ പൗരന്മാരെയും കപ്പലുകളെയും ദ്രോഹിക്കുന്നത് നിർത്തണമെന്നും അനാവശ്യമായ പ്രകോപനം ജപ്പാന് ഗുണം ചെയ്യില്ലെന്നുമാണ് ചൈനയുടെ മുന്നറിയിപ്പ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ജപ്പാൻ തങ്ങളുടെ പ്രതിരോധ ബജറ്റ് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ ഭീഷണി നേരിടാൻ അമേരിക്കയുമായുള്ള പ്രതിരോധ കരാറുകൾ ജപ്പാൻ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കടലിലെ ഇത്തരം ചെറിയ ഉരസലുകൾ പോലും ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോകം മുഴുവൻ ഈ വാർത്തയെ ഉറ്റുനോക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഈ മേഖലയിലൂടെയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യാപാര കപ്പലുകൾ കടന്നു പോകുന്നത്. ചൈനയുടെ ആധിപത്യം സ്ഥാപിച്ചാൽ അത് അന്താരാഷ്ട്ര വ്യാപാരത്തെയും സുരക്ഷയും ബാധിക്കും. അമേരിക്ക ഇതിനോടകം തന്നെ ജപ്പാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജപ്പാന്റെ അതിർത്തിക്ക് നേരെയുള്ള ഏതൊരു ആക്രമണവും നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നാണ് വാഷിംഗ്ടണിന്റെ നിലപാട്. ഇത് ചൈനയെ കൂടുതൽ പ്രകോപിതരാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കോൾഡ് വാർ സാഹചര്യം ഏഷ്യൻ സമുദ്രങ്ങളിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പിടികൂടിയ ചൈനീസ് കപ്പലിലെ ജീവനക്കാരെ ജപ്പാൻ ചോദ്യം ചെയ്തു വരികയാണ്. കപ്പലിൽ എന്തെങ്കിലും തരത്തിലുള്ള ചാരവൃത്തിക്കുള്ള ഉപകരണങ്ങൾ ഉണ്ടോ എന്നും ജപ്പാൻ പരിശോധിക്കുന്നുണ്ട്. ചൈന ഇതിനെതിരെ ഔദ്യോഗികമായി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചൈന തങ്ങളുടെ കൂടുതൽ യുദ്ധക്കപ്പലുകൾ ഈ മേഖലയിലേക്ക് അയക്കുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഭയപ്പെടുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. കിഴക്കൻ ചൈന കടലിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്ന ഈ തിരമാലകളുടെ ഇരമ്പം വെറും ഒരു കപ്പൽ പിടിച്ചെടുത്തതിന്റെ അല്ല, മറിച്ച് ഏഷ്യയിൽ രൂപപ്പെട്ടു വരുന്ന ഒരു വലിയ നയതന്ത്ര യുദ്ധത്തിന്റെ സൂചന തന്നെയാണ്. ചൈനയുടെ കടലിലെ കടന്നുകയറ്റത്തിന് ജപ്പാൻ നൽകിയ ഈ മറുപടി ബെയ്ജിങ്ങിനെ അത്ര പെട്ടെന്ന് ശാന്തരാക്കില്ല എന്ന് ഉറപ്പാണ്. ജപ്പാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങളുടെ അതിർത്തിയിൽ കളി വേണ്ട. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയുള്ള ചൈന ഇതിനെങ്ങനെ തിരിച്ചടി നൽകും? ജപ്പാന്റെ കൂടെ അമേരിക്ക ഉറച്ചു നിൽക്കുമ്പോൾ ഇതൊരു വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിയായി മാറുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.